ബിഗ് ബോസ് തമിഴ് സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പം വേറൊന്നുമല്ല, 11 ആഴ്ചകൾ കഴിഞ്ഞു. 11ാമത്തെ ആഴ്ച ആരാകും പുറത്തേക്ക് പോകുമെന്നറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. ബിഗ് ബോസ് തമിഴ് സീസൺ 8 കാണുന്ന മലയാളി പ്രേക്ഷകരൊക്കെ നിങ്ങൾ ആരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, ആരായിരിക്കും പുറത്തേക്ക് പോകാൻ സാധ്യത എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നിലവിൽ ജെഫ്രി, അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള വിശാൽ ഒഴികെ ബാക്കി 13 കണ്ടസ്റ്റൻസ്, 13 കണ്ടസ്റ്റൻസിൽ 11 കണ്ടസ്റ്റൻസിലും നോമിനേഷനിലുള്ള ഒരു വീക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മുത്തു, അതുപോലെ തന്നെ ജാക്ലിൻ, സൗന്ദര്യ, റാണവ് ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടിങ്ങിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതിൽ റാണവ്, സൗന്ദര്യ എന്നിവർക്കൊക്കെ എങ്ങനെയാണ് വോട്ട് കിട്ടുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ല. ഒന്നും ചെയ്യാതെ ബിഗ് ബോസ് സീസണിൽ ഈ 11 ആഴ്ചകളായിട്ട് പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റിയും പ്രത്യേകിച്ച് ഒരു ഇൻപുട്ടും കൊടുക്കാതെ PR വർക്കിന്റെയും ബാക്കി എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇത്രയും നാൾ നിന്നത് എന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ഇവർ നിൽക്കുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നും കമന്റിൽ അറിയിക്കുക. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുറെ കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകുന്നു, ഒന്നും ചെയ്യാത്ത കുറെ കണ്ടസ്റ്റൻസ് PR വർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് കൊടുത്ത് പ്രേക്ഷകരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചു വോട്ട് ചെയ്യിപ്പിച്ചു ഇവരൊക്കെ ഇതുവരെ നിന്ന് പോവുകയാണ്. ബാക്കിയുള്ളവർ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് നോക്കാം. ഈ സൗന്ദര്യ, അതുപോലെ തന്നെ റാണവ് എന്തിന് അവിടെ നിർത്തുന്നു, എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ഐഡിയമില്ല. എന്താണെങ്കിലും നിലവിൽ അൺഒഫീഷ്യൽ പോളുകളിൽ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഇവർക്കൊക്കെ അത്യാവശ്യം വോട്ടുകളും കാര്യങ്ങളും ഉണ്ട്. സോ അവർ സേഫ് സോണിൽ എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീട് അരുൺ, അതുപോലെ തന്നെ ദീപക് ഒക്കെ ഒരു പരിധിവരെ സേഫ് സോണിലേക്ക് നമുക്ക് കാറ്റഗറി തിരിക്കുമ്പോൾ പറയാൻ സാധിക്കും. ഡേഞ്ചറസ് സോണിൽ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരാഴ്ച ഡേഞ്ചറസ് സോണിൽ വന്നിരിക്കുന്നത് ഹോട്ട് സീറ്റിൽ റയാൻ, അതുപോലെ തന്നെ രഞ്ജിത്ത്, അൻഷിത, ഈ 3 പേരുമാണ് ഹോട്ട് സീറ്റിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മഞ്ചരി, 4 പേർക്ക് നല്ല രീതിയിലുള്ള വോട്ട് കുറവാണ് ഈ 11ാമത്തെ ആഴ്ചയിൽ. അതിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്ന് അറിയുന്നത് കുറച്ച് ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. രഞ്ജിത്തിന് നല്ല രീതിയിലുള്ള വോട്ട് കുറവുണ്ട്. ഒരു സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ രഞ്ജിത്ത് ആണ് പുറത്തേക്ക് പോകുന്നത്. ഏകദേശം ഒരു 95% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇനി ഫാമിലി ടാസ്ക് വരുന്നുണ്ട്, ഫാമിലി വീക്കെൻഡ്, അതുപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ വീക്കെൻഡ് ടാസ്കുകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ 13 കണ്ടസ്റ്റൻസിൽ നിന്ന് 10 കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസിന് ടിക്കറ്റ് ടു ഫിനാലെ വീക്കിലേക്ക് വരുമ്പോൾ നിലനിർത്തണം നോർമൽ കേസിൽ. അപ്പോൾ ഇപ്പോൾ 13 കണ്ടസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കണ്ടസ്റ്റന്റിനെ ഈ ഒരാഴ്ച പുറത്താക്കുകയും അടുത്ത ആഴ്ച 2 കണ്ടസ്റ്റൻസിനെ, കാരണം ഫാമിലി വീക്കെൻഡ് വരുന്നത് കൊണ്ട് തന്നെ മാക്സിമം കണ്ടസ്റ്റൻസിനെ നിലനിർത്തി അവരുടെ ഫാമിലിയെ കൂടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അടുത്ത ആഴ്ച പുറത്തേക്ക് അവരെ വിടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരാഴ്ച ഒരു കണ്ടസ്റ്റന്റിനെ ആയിരിക്കും പുറത്തേക്ക് വിടുന്നത്, അടുത്ത ആഴ്ചയാകും 2 കണ്ടസ്റ്റൻസിനെ. ഇൻ കേസ് ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രഞ്ജിത്തിനോടൊപ്പം റയാൻ, അതുപോലെ തന്നെ മഞ്ചരി, അൻഷിത, ഇവരിൽ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. മഞ്ചരി മിക്കവാറും ചിലപ്പോൾ അവസാന സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ സേവായി പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം തമിഴ് കണ്ടസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അൻഷിതയെക്കാളും കൂടുതൽ പ്രയോറിറ്റി തമിഴ് ഓഡിയൻസ് മഞ്ചരിക്ക് കൊടുത്തേക്കാം. അതുകൊണ്ട് അൻഷിതയ്ക്കായിരിക്കും കൂടുതൽ ഡേഞ്ചറസ് സോണിലേക്ക് വരാനുള്ള ഒരു സാധ്യത. അതുപോലെ തന്നെ റയാനും നമ്മുടെ രഞ്ജിത്തുമാണ് അവസാന ഇതിലേക്ക് നിൽക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം അരുണ്, ദീപക് ഇവർക്കൊക്കെ ഒരു പരിധി വരെ മുന്നിലേക്ക് വോട്ടുണ്ട്. നമ്മുടെ പവിത്ര എന്നിവർക്കൊക്കെ ഒരു സേഫ് സോണിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യമൊക്കെ വോട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, ആരായിരിക്കും ഈ ആഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യത, ഡബിൾ വിഷൻ ഉണ്ടാകുമോ, സിംഗിൾ വിഷൻ ആണോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾക്ക് നാളെ നമുക്ക് ഒരു സാറ്റർഡേ ആഫ്റ്റർനൂണോട് കൂടി ഏകദേശം നമുക്ക് അറിയാൻ സാധിക്കും ആരൊക്കെയായിരിക്കും പുറത്തു പോകുന്നത് എന്നതിനെ കുറിച്ച്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ ഈ ഒരാഴ്ചത്തെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നവരുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അൺഒഫീഷ്യൽ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലീഡിംഗ് വോട്ടിംഗ് ലിസ്റ്റിൽ നമ്മുടെ മുത്തുകുമാർ, അതുപോലെ തന്നെ സൗന്ദര്യ, റാണവ്, ജാക്ലിൻ എന്നിവരെ ടോപ്പ് 4ൽ നിലവിൽ നിൽപ്പുണ്ട്. പിന്നീട് പവിത്ര, ദീപക്, അരുൺ ഒക്കെ ഫോളോ ചെയ്തു വരുന്നുണ്ട്. ഏറ്റവും പുറകിലായിട്ട് നിൽക്കുന്ന വോട്ടിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നവരാണ് രഞ്ജിത്ത്, അൻഷിത, റയാൻ, മഞ്ചരി എന്നിവരൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.